ഇത് റോക്സം റോഡിലേക്കുള്ള യാത്രയാണ്. നോർഫോക്കിലുള്ള ശാന്തമായ ഒരു ഗ്രാമത്തിലേക്ക്. ബസ് മുന്നോട്ട് പോകുമ്പോൾ വഴിയരികിലെ കാഴ്ചകൾ പതുക്കെ മാറുന്നത് കാണാം. ഇവിടെയുള്ള വീടുകൾ വലിയതോ ആഡംബരമുള്ളതോ അല്ല, പക്ഷേ ഓരോ വീടിനും സ്വന്തമായൊരു ഭംഗിയുണ്ട്. ചുവന്ന ഇഷ്ടികകൾ, വെളുത്ത ജാലക ഫ്രെയിമുകൾ, ചെറിയ മുറ്റങ്ങൾ, പൂക്കളും ചെടികളും. ഇവിടുത്തെ റോഡുകൾ നമ്മളെ വേഗം ഓടാൻ പ്രേരിപ്പിക്കുന്നില്ല, കാണാൻ പ്രേരിപ്പിക്കുന്നതാണ്. ചില വീടുകൾ 100 വർഷത്തിലധികം പഴക്കമുള്ളതായിരിക്കും. പക്ഷേ അങ്ങനെ തോന്നില്ല, കാരണം അവ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വീടുകളാണ്. കൃഷിയിടങ്ങൾ, വിസ്തൃതമായ പച്ചപ്പുകൾ, തുറന്ന ആകാശം, ഇതാണ് നോർഫോക്കിന്റെ സ്വാഭാവിക മുഖം. ഇപ്പോൾ നാം റോക്സം ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നോർഫോക്ക് ബ്രോഡ്സ് എന്നറിയപ്പെടുന്ന ജലാശയ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ്. ഇവിടുത്തെ അന്തരീക്ഷം മാറ്റം വന്നതായി ഉടൻ തന്നെ തോന്നും. കൂടുതൽ മരങ്ങൾ, കുറഞ്ഞ ശബ്ദങ്ങൾ, കൂടുതൽ തുറന്ന സ്ഥലം. റോഡിന്റെ ഇരുവശത്തും മരങ്ങൾ നിൽക്കുന്നു, ചിലത് 100 വർഷം പഴക്കമുള്ളവ. കാറ്റ് വീശുമ്പോൾ ഇലകളുടെ ശബ്ദം ഒരു പശ്ചാത്തല സംഗീതം പോലെ. ഇപ്പോൾ നാം നടക്കുകയാണ് റോക്സം റോഡിലേക്കുള്ള വഴിയിലൂടെ. ഇതൊരു തിരക്കേറിയ ടൂറിസ്റ്റ് പാതയല്ല, അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ മനോഹരമാണ്. മരങ്ങൾക്കിടയിൽ നിന്ന് പക്ഷികളുടെ ശബ്ദം കേൾക്കാം. ചില ശബ്ദങ്ങൾ നമ്മൾ തിരിച്ചറിയാത്തതായിരിക്കും, പക്ഷേ അവ ഇവിടെ സ്വാഭാവികമാണ്. ഇതാണ് റോക്സം റോഡ്. ഒറ്റ നോട്ടത്തിൽ ഒരു തടാകം പോലെ തോന്നും, പക്ഷേ ഇത് സ്വാഭാവികമായി രൂപപ്പെട്ടതല്ല. പണ്ട് കാലത്ത് ഇന്ധനത്തിനായി ഇവിടെ ചതുപ്പ് മണ്ണ് മുറിച്ചെടുത്തിരുന്നു. ആഴത്തിൽ മുറിച്ച പ്രദേശങ്ങളിൽ പിന്നീട് വെള്ളം നിറഞ്ഞു. അങ്ങനെയാണ് ഈ ജലാശയം രൂപപ്പെട്ടത്. ഇന്ന് നോർഫോക്ക് ബ്രോഡ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജലാശയങ്ങളിലൊന്നാണ് ഇത്. ഇവിടുത്തെ വെള്ളം ആഴമില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ ബോട്ടുകൾ പതുക്കെയാണ് നീങ്ങുന്നത്. ഇവിടെ ബോട്ടിംഗ്, നേച്ചർ വാച്ചിങ്, വാക്കിംഗ് എല്ലാം ഒരുമിച്ച് നടക്കുന്നു. താറാവുകൾ ഇവിടുത്തെ സ്ഥിരം താമസക്കാരാണ്. മനുഷ്യരെ പേടിയില്ല, കാരണം ഇവിടെ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്.
ഇവിടെ കാണുന്ന ഈ യോട്ടുകൾ വിനോദത്തിനായി മാത്രം ഉപയോഗിക്കുന്നതല്ല. നോർഫോക്ക് ബ്രോഡ്സിൽ യോട്ടുകളും ബോട്ടുകളും ഒരു സാധാരണ ഗതാഗത മാർഗമാണ്. ഇവിടുത്തെ വെള്ളം ആഴമില്ലാത്തതായതിനാൽ വലിയ കപ്പലുകൾക്ക് പകരം ഇത്തരത്തിലുള്ള യോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. പല യോട്ടുകളും ഇവിടുത്തെ ആളുകൾ വാടകയ്ക്കെടുക്കുന്നതാണ്. കുടുംബമായി, സുഹൃത്തുക്കളായി ഒരുപാട് ദിവസം ജലത്തിൽ തന്നെ താമസിച്ച് യാത്ര ചെയ്യുന്നവരുമുണ്ട്. യോട്ടുകൾ വേഗത്തിൽ പോകുന്നില്ല. വെള്ളത്തിൻ്റെയും പ്രകൃതിയുടെയും ശാന്തത സംരക്ഷിക്കാനാണ് അവയെല്ലാം പതുക്കെ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജലാശയങ്ങൾ എപ്പോഴും ശാന്തമാണ്. നോർഫോക്ക് ഭാഗത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ റോക്സം ബ്രോഡ് ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. വെള്ളം, മരങ്ങൾ, പക്ഷികളുടെ ശബ്ദം, തുറന്ന ആകാശം, തിരക്കില്ലാതെ പ്രകൃതിയെ അടുത്തായി കാണാൻ കഴിയുന്ന ഒരു മനോഹര ഇടം.